എല്ലാവർക്കും ജയാക്കുവിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പിന്നെ ഒരു ചക്കയും കൂടെ കിട്ടി. പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് അത്ര പഴുത്തു എന്ന് വെച്ചാൽ അത്ര പഴുത്തിട്ടില്ല, എങ്കിലും പഴുത്തു. ഈ മഴ സമയമൊക്കെ ആയിട്ടുണ്ട് വെള്ളം കയറുമെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. രണ്ട് ചെണ്ട ഇരിക്കുന്ന കണക്കുണ്ടല്ലേ, ഡം ഡക്ക ഡം ഡക്ക ഡം ഡക്കം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. മണം നല്ല വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം മണം നല്ല മധുരം കാണും. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. എൻ്റെ ദൈവങ്ങളെ, ചക്ക വന്നതും ഇവിടെ എവിടെ നിന്നാണ് ഇതാ ഈച്ചകൾ വരുന്നു. ഒരു പകുതി അങ്ങ് മാറ്റി വെക്കുന്നു. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ അങ്ങോട്ട് എടുക്കാം. ഞാൻ കമത്തി അങ്ങ് വെക്കാം. എന്താണെന്നറിയാം, ഇങ്ങനെ അങ്ങ് വെച്ച് ഈ ഈച്ചയൊന്നും കയറണ്ടല്ലോ. അപ്പോൾ ഈ പാർട്ടിനെ അങ്ങ് മാറ്റി. പിന്നെ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വൃത്തിയാക്കണം. അയ്യോ, യെസ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. മണമുണ്ട് കേട്ടോ, മണവും ഉണ്ട്, രുചിയുണ്ട്. ഈ അത്രയ്ക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു നാളെ ഒരു ദിവസം കൂടി ഇരുന്നെങ്കിൽ കുറച്ചും കൂടെ പഴുത്തേനെ. ഇച്ചിരി മണം. കൊതുവിനെ അടിക്കാനാ? അത് കൊതുവല്ലടാ, അത് ഇടയ്ക്ക് വരുന്നത് ഈച്ചയാണ്. നീ ഓട്ടിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് നാളെ എടുത്തെങ്കിൽ കുറച്ചും കൂടെ പഴുത്തേനെ. മണം വന്നത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇനിയിപ്പം ആ അരപ്പകുതി ഉണ്ടല്ലോ, അതിനെ ഞാനങ്ങ് മൂടി വയ്ക്കും ഒരു തുണി ഇട്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ നാളെ ഇരുന്ന് പഴുത്തോളൂ. വാവ്, സൂപ്പർ. ചക്കയുടെ മണം കേട്ടതും പശു ഓടി വന്നു കേട്ടോ. ഞാനിവിടെ നിന്ന് ഓരോന്നോരോന്ന് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിക്കുകയാണ്. മണം അടിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് ദിക്കിലാണെങ്കിലും ഓടിയെത്തും. ഇവിടെ എന്താ സന്തോഷം. അങ്ങനെ ചക്കയൊക്കെ വൃത്തിയാക്കിയതാണ്ട്. ചക്കക്കുരുവെല്ലാം ഇനി വേർതിരിച്ചെടുക്കണം. എൻ്റെ പിച്ചാത്തിയുടെ കോലം കണ്ട ദൈവങ്ങളെ, ഇനിയൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ദാണ്ട് നമ്മുടെ ചക്കയെല്ലാം ഞാൻ വൃത്തിയാക്കിയെടുത്ത്. ശരി, നമുക്കിനി എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഉണ്ടാക്കാം. ദാണ്ട് ചക്കയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ദാണ്ട് ഞാൻ എൻ്റെ പിച്ചാത്തി വൃത്തിയാക്കാൻ വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ അടുപ്പിലായിരുന്നില്ല നമ്മളിതെല്ലാം വൃത്തിയാക്കുന്നത്, ഇതിൻ്റെ കറ മാറ്റാൻ. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിട്ട് മെഴുക് വരുന്നുണ്ട്. കുറച്ചും കൂടെ വരട്ടെ. എന്താ കുട്ടാ? ഫോൺ ചെയ്യണം. നിൽക്കുക ഒരു മിനിറ്റ്, മമ്മി ഒരു ജോലിയിലാണ്. ശരി, ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നേ. അതുകൊണ്ട് നല്ല ചൂടായതിന് ശേഷം തുണി വെച്ച് ക്ലീൻ. കയ്യിൽ ആദ്യമേ കുറച്ച് എണ്ണ തേച്ചായിരുന്നു. നമ്മൾ ഈ പച്ചച്ചക്കയുടെ അത്രയും കറ നമ്മുടെ ഇതിൽ വരില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ പിച്ചാത്തി എല്ലാം പിടിച്ച് എടുത്ത് കയ്യിൽ ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം കുറച്ചും കൂടെ കറ ഇരിക്കുന്ന കണക്ക്. അങ്ങനെ ഞാൻ എണ്ണ എടുത്ത് കണ്ടല്ലോ കറയൊക്കെ ഇരിക്കുന്നത്. കണ്ട, ഒന്നും കൂടെ ഒക്കെ എടുത്തു. എൻ്റെ മോൻ പറയാം എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ അവൻ്റെ ഇത് ഓക്കെ. കൈയൊക്കെ വൃത്തിയാക്കി. പിന്നെ ഞാൻ ചെയ്തത് ചക്കക്കുരു എല്ലാം വൃത്തിയാക്കിയിരുന്നു. അതിൻ്റെ ഈ ഒരുമാതിരി ഉണ്ടല്ലോ വെളുവെളുപ്പ്, എന്താ പറയുന്നത്, അതിൻ്റെ സ്കിന്നില്ലേ, ചക്കക്കുരുവിനൊരു സ്കിന്നുണ്ടല്ലോ, അതിനെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി. ഇനി ഇതിനെ ഇപ്പം സമയം 4 മണിയായി, വെയിലെല്ലാം പോയി. ഇനി ഇതിനെ നമുക്ക് നാളെ വെയിലുള്ളപ്പോഴോ അല്ലെങ്കിൽ കാറ്റുള്ള സ്ഥലത്തോ തുറന്ന് വെച്ചിട്ട് വേണ്ട. ഇങ്ങനെയുള്ളതൊക്കെ ആദ്യമേ അങ്ങ് ഏതെങ്കിലും കൂട്ടാനിടണം. ഈ പൊട്ടിയതൊക്കെ തുറന്ന് വെച്ചിട്ട് ഇതിനെ ഉണക്കി എടുത്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് കറി ഉണ്ടാക്കാം. ആ ഒരു റെസിപ്പി ഒരു ദിവസം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാൻ ദാണ്ട് ഈ ചക്ക ഒരു പീസ് എടുത്ത് കഴിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ലൈറ്റിൻ്റെ ഒരു കാര്യം കേട്ടോ. കളർ കൂടിയും കുറഞ്ഞൊക്കെ വരും. സത്യത്തിൽ കുറഞ്ഞു വരുന്ന കളറാണ് യഥാർത്ഥ കളർ കേട്ടോ. ഇത് ലൈറ്റിൻ്റെ എന്തോ കുഴപ്പമാണ്. ദാണ്ട് ഞാൻ പറയാം ഇപ്പോൾ വരുന്ന കളറാണ് കറക്റ്റ് കളർ. ഇതല്ല. ഇപ്പം ഇച്ചിരി മങ്ങിയില്ല. ഇതാണ് ഇതിൻ്റെ കളറ്. പക്ഷെ നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ, അടിപൊളി.
ഇത് കണ്ടാലോ അറിയോ നല്ല മധുരം ഉള്ളതാണ് കണ്ടോ, മധുരം കിരിഞ്ഞിരിക്കുന്നുണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഒരാൾ ചക്ക കഴിക്കുകയാണ് കേട്ടോ, ഞാൻ കൊടുത്ത ചക്കയാണ്, അവന് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പോയി നോക്കാം. അക്കു ഒരു ചക്ക തരുമോ? മധുരം ഉണ്ട് കേട്ടോ, നിങ്ങൾ കളർ ഒരുമാതിരി ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയുകയാണ്, സത്യത്തിൽ മധുരമുണ്ട്, കുറച്ചും കൂടെ പഴുക്കേണ്ടതായിരുന്നു. അവനത് എനിക്കും വീതിച്ച് തരികയാണ്. മതി, ഇനി മക്കൾ കഴിച്ചോ.